3 മുട്ട ബോയിൽ ചെയ്യാൻ ഇട്ടിട്ടുണ്ട്. ആ സമയം കൊണ്ട് മറ്റ് ഇൻഗ്രീഡിയൻസ് നമുക്ക് റെഡിയാക്കാം. ഒരു 2 മീഡിയം സവാള ചോപ്പ് ചെയ്ത്, ഇഞ്ചി, വെളുത്തുള്ളി, പച്ചമുളക് ബ്ലെൻഡറിൽ ഒന്ന് ബ്ലെൻഡ് ചെയ്തും ഒരു മീഡിയം സൈസ് തക്കാളി എടുത്തിട്ടുണ്ട്. ഞാൻ കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ, മാഗി കോക്കനട്ട് മിൽക്ക് പൗഡറാണ് യൂസ് ചെയ്തിരിക്കുന്നത്. കട്ടി കൂടിയ തേങ്ങാപ്പാലും ഒരു 1/2 കപ്പ് റെഡിയാക്കി വെച്ചിട്ടുണ്ട്. ഇനി നമുക്ക് പാൻ അടുപ്പത്ത് വെച്ച് വെളിച്ചെണ്ണ ചൂടാക്കി കടുക് പൊട്ടിച്ച് ഓരോ ഇൻഗ്രീഡിയൻസായി ചേർത്ത് നമുക്ക് വഴറ്റാം. ഒന്ന് വഴന്നതിന് ശേഷം 1 ടേബിൾ സ്പൂൺ മുളക് പൊടി, 2 ടേബിൾ സ്പൂൺ മല്ലിപ്പൊടി, 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടിയും ചേർത്ത് മൂപ്പിച്ചെടുക്കാം. എന്നിട്ട് തക്കാളി ചേർത്ത് കൊടുക്കാം. ഉപ്പൊക്കെ ചേർത്ത് നമുക്ക് നല്ലോണം വഴറ്റി കൊടുത്തതിന് ശേഷം കട്ടി കുറഞ്ഞ തേങ്ങാപ്പാൽ ആദ്യം ആഡ് ചെയ്ത് കൊടുക്കാം. നല്ലൊരു മിക്സ് കൊടുത്തതിന് ശേഷം 1 ടീസ്പൂൺ കുരുമുളക് പൊടിയും 1 ടീസ്പൂൺ ഗരം മസാലയും ചേർത്ത് കൊടുക്കാം. നന്നായി മിക്സ് ചെയ്തതിന് ശേഷം കറിവേപ്പില ചേർത്ത് കൊടുക്കാം. അതിന് ശേഷം കട്ടിയുള്ള തേങ്ങാപ്പാൽ ആഡ് ചെയ്ത് കൊടുക്കുകയാണ്. നല്ലോണം മിക്സ് ചെയ്തതിന് ശേഷം ആവശ്യത്തിന് ഉപ്പ് ചേർക്കുക. നല്ല തിള വരുമ്പോൾ ബോയിൽ ചെയ്തിരിക്കുന്ന മുട്ട ഓരോന്നായി ചേർത്ത് കൊടുക്കാം. എന്നിട്ട് ജെൻറ്റലായി ഒന്ന് മിക്സ് ചെയ്ത് കൊടുത്ത് അടച്ചു വെച്ച ലോ ഫ്ലെയിമിൽ ഒരു 3 മിനിറ്റ് കൂടെ നമുക്ക് വേവിച്ചെടുക്കാം. അപ്പോൾ നമ്മുടെ സൂപ്പർ ടേസ്റ്റി ആയിട്ടുള്ള തേങ്ങാപ്പാലിലുള്ള മുട്ടക്കറി റെഡി. താങ്ക്സ് ഫോർ വാച്ചിങ്.